ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് കാടമുട്ട വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ജോക്കറിൻ്റെ അരി, അതുപോലെ കുറച്ച് കാടമുട്ട ഒരു 10-15 എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, ഒരു 1/2 kg നെയ്യും, പിന്നെ അതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം, 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിക്കണം. ഞാൻ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. അതിന് ശേഷം മല്ലിച്ചപ്പും ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ. കുറച്ച് എല്ലാം ഉണ്ടാക്കണം, മക്കൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയാണ് കേട്ടത്. പിന്നെ ഇതിലേക്ക് അതുപോലെ 1 ടീസ്പൂണോളം 1/2 kg നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കട്ട പിടിച്ച കാരണം അതിൽ നിന്ന് ഇളകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആണ് ചേർത്തിക്കുന്നത്. ഇനി തീയൊന്ന് ഓണാക്കിക്കണ്ട. അതിന് ശേഷം ഇതൊന്ന് ഒന്നാകൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസലൊന്ന് ഇത് വാട്ടിയെടുക്കട്ടോ. ഇങ്ങനെ ആകുമ്പോൾ വേഗം ഇതൊന്ന് വാടി കിട്ടും. അപ്പോൾ വിസലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ഉപ്പിടാൻ മറന്നിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കാടമുട്ട ഫുള്ള് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പകുതി കാടമുട്ടയാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പകുതി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് മാറാൻ വെച്ചതിന് അതിന് ശേഷം അരി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഈ ഇതിൽ കിടന്നിട്ട് ഈ അരി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോവാനും, പിന്നെ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ചോറ് വന്നാലും നമുക്ക് ഒട്ടിപ്പിടിക്കില്ല, ആ ഒരു ഇതുണ്ടാവില്ല ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പച്ചരി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടോ. മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമ്മൾ മറ്റേ മുട്ട വെച്ചിട്ടാണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അരിയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ അരി എടുത്ത പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ കൂടാൻ പാടില്ല. ഇതിലേക്ക് കറക്റ്റ് അളവാണ്. ചോറൊക്കെ നല്ല കറക്റ്റിലായി കിട്ടി, ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ നല്ലൊരു ഇതിലായി കിട്ടിയിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കുക്കറൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു വിസൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതിൽ കൂടി പോവരുത്. അപ്പോൾ ഒരു വിസലൊക്കെ വന്നതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. വിസൽ വന്നാലും ഇതിൻ്റെ എയർ കുറച്ചൊന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം കേട്ടോ. ആ ഇതിൽ തന്നെ നമ്മളിങ്ങനെ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമുക്ക് ചോറ് ഓവർ കുക്കായി പോകും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പകുതിയോളം നമ്മൾ ഇതിൻ്റെ എയറൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ വേവൊക്കെ നല്ല കറക്റ്റ് ആയി വന്നിരിക്കണം കേട്ടോ. ചോറൊക്കെ നല്ലൊരു മട്ടത്തിലായി കിട്ടിയിരിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും പാടിക്ക് 1/2 kg നെയ്യ് ഉണ്ടായിരുന്നു, അതൊരു ലേശം പാടി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ നല്ല കറക്റ്റിലായി കിട്ടിയിരിക്കണം കണ്ട. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, നല്ല കറക്റ്റിൽ ചോറൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ മുട്ട ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.